കർത്താവായ യേശുക്രിസ്തുവിൽ കേൾവിക്കാരായ സ്നേഹിതർക്ക് അഭിവാദനം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഥവാ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കലണ്ടർ അനുസരിച്ചുള്ള വർഷാരംഭം എന്ന് പറയുന്നത് കൂദശീത്തോ ഞായറാഴ്ച എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഏകദേശം 52 ഞായറാഴ്ചകളാണ് ഉള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അത് 53 ആകാം. ഓരോ ഞായറാഴ്ചയ്ക്കും ആരാധനയിൽ വായിക്കുന്നതിന് പ്രത്യേക വേദഭാഗങ്ങളുണ്ട്. ഓരോ ഞായറാഴ്ചയ്ക്കും അതിൻ്റേതായ നാമകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വർഷാരംഭം നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, ആ ഞായറാഴ്ചയുടെ പേരാണ് കൂദശീത്തോ ഞായറാഴ്ച. ആനുമാനികമായി ആ ആഴ്ച തുടങ്ങുന്നത് ഏതാണ്ട് ഇപ്രകാരമാണ്: ഒക്ടോബർ മാസത്തിലെ 30-31 ദിവസങ്ങളോ നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായിട്ട് വരുമ്പോൾ, അതായത് ഒക്ടോബർ 30-31 എന്നീ ദിവസങ്ങളിൽ ഞായറാഴ്ച വരുമ്പോഴോ അല്ലാത്ത പക്ഷം നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയോ മലങ്കര സഭ നാമകരണം ചെയ്തിരിക്കുന്നത് കൂദോസ് ഈത്തോ എന്ന പേരിലാണ്. അത് ഒരു രണ്ട് സുറിയാനി പദങ്ങൾ കൂടിച്ചേർന്നാണ് കൂദശീത്തോ എന്ന പേരുണ്ടാകുന്നത്. സഭയുടെ ശുദ്ധീകരണം എന്നാണ് ആ പദത്തിൻ്റെ അപ്പോൾ തുടർന്ന് കൂദശീത്തോ ഞായറാഴ്ച, കൂദോസീത്തോ ഞായറാഴ്ച, അങ്ങനെ ഓരോ ഞായറാഴ്ചയ്ക്കും പ്രത്യേകം നാമകരണം ചെയ്ത് 52 ആഴ്ചകളും ആ ആഴ്ചകൾക്ക് അനുരൂപമായ വേദവായനകളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് സഭയുടെ കലണ്ടർ പ്രകാരമാണ്. ഈ സഭ ഇപ്പോൾ സ്വീകരിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. സഭയുടെ ചരിത്രത്തിൽ 2 തരം കലണ്ടറുകളുണ്ട്. ഗ്രിഗോറിയൻ കലണ്ടറും ഉണ്ട്, ജൂലിയൻ കലണ്ടറും ഉണ്ട്. പക്ഷേ ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ കണക്ക് അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, ആ ഞായറാഴ്ച ഒക്ടോബർ മാസത്തിലെ 30 ഈ വർഷത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് ഈ വർഷം ഒക്ടോബർ മാസം 30-ാം തീയതി മുതലാണ് ആ വർഷാരംഭം എന്നുള്ളതിനെ പ്രത്യേകമായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷം സഭയുടെ ശുദ്ധീകരണം പെരുന്നാൾ എന്ന നിലയിൽ ആ ഞായറാഴ്ച നാം ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും വേദവായനകളും പഠനങ്ങളും അത് മുഖാന്തരം ആരംഭിക്കുകയും ചെയ്യും. അതിനെല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ.